അപ്പോൾ എല്ലാ കുട്ടികൾക്കും ഇന്നത്തെ ഗീതാഞ്ജലിയുടെ 63ാമത്തെ എപ്പിസോഡിലേക്ക് അപ്പോൾ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. അപ്പോൾ എന്തുകൊണ്ട് ഇങ്ങനൊരു ഇതെടുത്തു എന്നുള്ളൊരു കാര്യം പറഞ്ഞുകൊണ്ട് എന്ന് വെച്ചാൽ മറ്റ് സന്ദർഭങ്ങളിലൊക്കെ എന്ന് വെച്ചാൽ നമ്മൾ സിനിമ പാട്ടുകളാണ്. അപ്പോൾ ആ സിനിമ പാട്ടിൻ്റെ ഒരു സന്ദർഭം പറയാനായിട്ടുള്ളൊരു അവസരം കിട്ടുന്നുണ്ടായിരുന്നു. പക്ഷെ ഇതിൽ എനിക്ക് ഇന്ന് അത് സാധ്യമാവില്ല എന്നുള്ളത് കൊണ്ട് ഞാൻ എന്തുകൊണ്ട് ഈ ജോബ് കുര്യൻ്റെ ഈ ഗാനം അല്ലെങ്കിൽ ഈ ആൽബം ഇന്ന് നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കാനായിട്ട് എടുത്തു എന്നുള്ള ഒരു കാര്യം പറഞ്ഞുകൊണ്ട് നമുക്ക് തുടങ്ങാം. അതിൽ ഒന്ന് രണ്ട് ഫാക്ടേഴ്സ് ഉണ്ട്. അതിൽ ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ ഞാൻ ജോബ് കുര്യൻ്റെ ഒരു കടുത്ത ആരാധകനാണെന്നുള്ളതാണ് അതിലെ പ്രായമായിട്ടുള്ളൊരു ഫാക്ടർ. ഞാൻ കഴിഞ്ഞ ഫേസിൽ അദ്ദേഹത്തിൻ്റെ തന്നെ ഒരു ആൽബം എടുത്തിരുന്നു, കാലം എന്നുള്ളൊരു ആൽബം നിങ്ങൾക്ക് പറഞ്ഞു തരാനായിട്ട് ശ്രമിച്ചിരുന്നു. ഇന്ന് അതേ നില എന്നുള്ളൊരു വെരി റീസെൻ്റ് ആയിട്ട് 1 വർഷം മുന്നേ അദ്ദേഹം ഇറക്കിയിട്ടുള്ള അതേ നില എന്നുള്ളൊരു ആൽബമാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നത്. ഇത് പറയുമ്പോൾ എന്ന് വെച്ചാൽ ഇത് ഈ അദ്ദേഹത്തിൻ്റെ ആൽബം സോങ്ങുകൾ മുഴുവൻ, ജോബ് കുര്യൻ്റെ ആൽബം സോങ്ങുകൾ മുഴുവൻ ജോബ് കുര്യൻ, എങ്ങണ്ടിയൂർ ചന്ദ്രശേഖരൻ എന്നുള്ളൊരു ഒരു പെയറിൻ്റെ ഒരു പ്രോഡക്റ്റ് ആയിട്ടാണ് വരാറ്. എന്ന് വെച്ചാൽ അത് ജോബ് കുര്യന് വേണ്ടിയിട്ട് പാട്ടുകൾ, ഈ ആൽബം സോങ്ങുകൾ മുഴുവൻ രചിച്ചിട്ടുള്ളത് എങ്ങണ്ടിയൂർ ചന്ദ്രശേഖരനാണ്. അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ ആൽബം മുതൽ ജോബ് കുര്യൻ അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ ആൽബം പുറത്തിറക്കുന്നത്, താളം എന്നുള്ള അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ ആൽബം പുറത്തിറക്കുന്നത് 2008-ലാണ്. അന്ന് മുതൽ തന്നെ അത് മുതൽ തന്നെ ജോബ് കുര്യന് വേണ്ടിയിട്ട് രചനകൾ നടത്തിയിട്ടുള്ളത് എങ്ങണ്ടിയൂർ ചന്ദ്രശേഖരനാണ്. എങ്ങണ്ടിയൂർ ചന്ദ്രശേഖരൻ ഞങ്ങളുടെ നാട്ടുകാരനാണ്. ഇവര് രണ്ടുപേരും കൂടിയിട്ടുള്ളൊരു ഇൻ്റർവ്യൂ ഞാൻ കേൾക്കുകയുണ്ടായി കുറച്ച് നാളുകൾക്ക് മുൻപിൽ. അപ്പോൾ അതിൽ പറയുന്നുണ്ടായിരുന്നു വെച്ചാൽ ഒരു ഗാനത്തിൻ്റെ ആശയം എന്നുള്ളത് ഉടലെടുക്കുന്നത് ജോബ് കുര്യനിലാണ്. ജോബ് കുര്യൻ ഒരു പാട്ടിൻ്റെ ഒരു ആശയം ആയിട്ട് ചന്ദ്രശേഖരൻ്റെ അടുത്തെത്തുന്നു. അപ്പോൾ ചന്ദ്രശേഖരൻ അതിനനുസരിച്ച് ജോബ് കുര്യന് പറ്റുന്ന രീതിയിൽ അതിന് ആ ഗാനം എഴുതി കൊടുക്കുന്നു എന്നുള്ള രീതിയിലാണ് അവരുടെ ആ ഒരു സൗഹൃദം എന്ന് പറയാം, അതിങ്ങനെ അല്ലെങ്കിൽ ആ കൂട്ടുകെട്ട് ആ രീതിയിലാണ് ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒന്നാമത്തെ കാര്യം, ഞാൻ ജോബ് കുര്യൻ്റെ ആരാധകനാണ്, അല്ലെങ്കിൽ ജോബ് കുര്യൻ, എങ്ങണ്ടിയൂർ ചന്ദ്രശേഖരൻ രണ്ടുപേരുടെയും ഉണ്ടാവും. രണ്ടുപേരെയും ഞാൻ ഈക്വലി ആരാധിക്കുന്ന ഇതാണ്. അതാണ് ഒന്നാമത്തെ കാരണം. രണ്ടാമത്തെ കാരണം, ഞാൻ കഴിഞ്ഞ ഫേസിൽ എടുത്തിട്ടുള്ള ഓരോ പാട്ടുകളും നിങ്ങൾ നോക്കിയിട്ടുണ്ടെന്ന് വെച്ചാൽ അതിൽ സ്ത്രീകളോടുള്ളൊരു ആഭിമുഖ്യം നിങ്ങൾക്കൊന്ന് പ്രകടമായിട്ട് കാണാൻ സാധിക്കും. സതീഷ് ഒരിക്കൽ ഒരു അവസരത്തിൽ അത് ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നുണ്ടായിട്ടുണ്ട്. സതീഷ് ഓർക്കുന്നോ? ഞാൻ ആദ്യമായിട്ട് ആദ്യം ആരണ്യകത്തിലെ ഒരു പാട്ട് എടുക്കേണ്ടായി. ആരണ്യത്തിലെ ആ ഒരു കുട്ടിയെ കുറിച്ചിട്ടുള്ള ഇത്തിരി സാമർത്ഥ്യകാരിയായിട്ടുള്ള ഒരു കുട്ടിയെ കുറിച്ചിട്ട് പറയുകയുണ്ടായി. പിന്നീട് ജാനകിക്കുട്ടിയെ കുറിച്ചിട്ട് പറഞ്ഞു. പിന്നീട് ഹൗ ഓൾഡ് ആർ യുലെ ആ സ്ത്രീയെ കുറിച്ചിട്ടാണ് പിന്നീട് പറഞ്ഞത്. അതിൻ്റെയൊക്കെ ഒരു സ്വാഭാവികമായിട്ടുള്ള ഒരു മുന്നോട്ട് പോക്കിൻ്റെ ഇടയിലാണ് ഈ ഒരു പാട്ടും വരുന്നതെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ ആ ഒരു തുടർച്ചയിൽ അതിൻ്റെ ഒരു കണ്ണിയായിട്ടാണ് ഈ പാട്ട് വരുന്നത് എന്നതാണ് രണ്ടാമത്തെ കാര്യം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അതേ നില എന്നുള്ള ഈ പാട്ട് ജോബ് കുര്യൻ, എങ്ങണ്ടിയൂർ ചന്ദ്രശേഖരൻ ടീമിൻ്റെയാണ്. ഇതിൻ്റെ ഫുൾ ലിറിക്സ് ഞാനിവിടെ ഇട്ടിട്ടുണ്ട്. ആ ലിറിക്സിനെ കുറിച്ച് വേണമെങ്കിൽ വെച്ചാൽ ഒന്നുകൂടെ ഒന്ന് പറയാം. ഈ ലിറിക്സും സാധാരണ നമ്മൾ സിനിമാ പാട്ടുകളാണ് എടുക്കാറ്. അതിൻ്റെ ഒരു സ്ട്രക്ചറിലല്ല ഈ പാട്ട് എഴുതിയിട്ടുള്ളത്. ഇതിങ്ങനെ വെച്ചാൽ കണ്ടിന്യൂസ് ആയിട്ട്, എന്ന് വെച്ചാൽ ഒരു ഫുൾ സ്റ്റോപ്പ് ഇല്ലാതെ കണ്ട് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് തുടങ്ങുകയും പിന്നീട് അവസാനിക്കുകയും ചെയ്യുന്ന ഒരു രീതിയിലാണ് ഈ പാട്ട് എഴുതിയിട്ടുള്ളത്.
എനിക്ക് തോന്നിയെന്ന് വെച്ചാൽ നമ്മളൊരു കടൽക്കരയിൽ ചെന്ന് നിൽക്കുമ്പോൾ എന്ന് വെച്ചാൽ ഇപ്പോൾ ഇച്ചിരി അകലെ നിന്ന് ഇങ്ങനെ ഒരു തിരമാല ഇങ്ങനെ രൂപപ്പെടുന്നു, അത് ഇങ്ങനെ കരയിലേക്ക് ഒരു തിരമാലയായിട്ട് ഇങ്ങനെ അടിച്ച് കയറുന്നു, ഒന്ന് പോസ്റ്റ് ചെയ്തിട്ട് പുറകിലോട്ട് ഇങ്ങനെ പിന്നോട്ട് പോവുകയും ചെയ്യുന്നു എന്നുള്ളൊരു രീതിയാണ് ഇത് നമ്മൾ കേൾക്കുമ്പോൾ, നമുക്ക് ഈ പാട്ട് കേൾക്കുമ്പോൾ നമുക്ക് തോന്നുന്ന ആദ്യത്തിന് തുടങ്ങുകയും പിന്നീട് ഇങ്ങനെ വരികൾക്ക് ഫുൾ സ്റ്റോപ്പ് ഉണ്ട്, ഇടയ്ക്ക് ഓരോരോ ഫുൾ സ്റ്റോപ്പുകൾ ഉണ്ട്, അതിങ്ങനെ ഇങ്ങനെ ആയിട്ട് ഇങ്ങനെ പോകുന്ന ഒരു രീതിയായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഈ പാട്ട് മുന്നേ കണ്ടിട്ടുള്ള ആരെങ്കിലും ഉണ്ടോ? ഇതില് മുൻപേ തന്നെ കണ്ടിട്ടുള്ളവർ കുറച്ച് പേരെങ്കിലും കാണാൻ സാധ്യതയുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. മനോമി കണ്ടിട്ടുണ്ടോ? മനോമി ഇല്ല, കണ്ടിട്ടില്ല. കണ്ടിട്ടില്ല അല്ലേ? കണ്ടിട്ടില്ല. ഓക്കെ ഓക്കെ. അപ്പൊ ഈ പാട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എൻ്റെ എന്ന് പറയുമ്പോൾ എൻ്റെയും കൂടിയാണ് കേട്ടോ. എൻ്റെ ജാനകിക്കുട്ടിയുടെ ഒരു സ്വാഭാവികമായിട്ടുള്ളൊരു വളർച്ചയായിട്ടാണ് ഇതിലെ പെൺകുട്ടിയെ ഞാൻ മനസ്സിലാക്കുന്നത്. ഇതിലൊരു പെൺകുട്ടിയുണ്ട്, ഒരു പാട്ടുകാരനുണ്ട്, ഒരു പെൺകുട്ടിയുണ്ട്, പിന്നീട് വരുന്ന ഒരു ആളും കൂടിയുണ്ട്. ഇവരാണ് 3 പ്രധാനപ്പെട്ട കഥാപാത്രങ്ങളായിട്ട് ഈ പാട്ടിൻ്റെ ഉള്ളിൽ നിൽക്കുന്നത്. അപ്പൊ ആ പെൺകുട്ടി എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ എൻ്റെ ജാനകിക്കുട്ടിയിലുള്ള ആ ഒരു നാടൻ പെൺകുട്ടി, അവളുടെ സ്വാഭാവികമായിട്ട് അവൾ വളർന്നിട്ട് ഇന്നത്തെ ഒരു ഇന്നത്തെ സാഹചര്യത്തിലുള്ള ഒരു കേരളീയ കൗമാരക്കാരിന്നോ അങ്ങനെ വേണമെങ്കിൽ പറയാം, കേരളീയ പെൺകുട്ടി ആയിട്ട് മാറിയിരിക്കുന്നു. എനിക്ക് തോന്നുന്നതെന്ന് വെച്ചാൽ കഴിഞ്ഞ ഒരു 25 വർഷങ്ങളിലെ ഉള്ളിൽ എന്ന് വെച്ചാൽ കേരളത്തിലെ സാമൂഹ്യ സാഹചര്യങ്ങളിൽ വളരെയധികം മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. പ്രത്യേകിച്ചും പെൺകുട്ടികളുടെ സ്ത്രീകളുടെ അവരെന്ന് വെച്ചാൽ വളരെയധികം മുന്നേറിയിട്ടുണ്ടെന്നുള്ളതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട് കേട്ടോ. എനിക്ക് അങ്ങനെയാണ് തോന്നിയിട്ടുള്ളത്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് എന്ന് വെച്ചാൽ എൻ്റെ ജാനകിക്കുട്ടി ഇപ്പോൾ വളർന്ന് ഇപ്പോൾ ഈ അതേ നില എന്ന് പറയുന്ന ഈ കുട്ടി ഈ മ്യൂസിക് ആൽബത്തിലെ ഒരു കുട്ടിയായിട്ട് വളർന്നു വന്നിരിക്കുന്നു. അപ്പൊ എൻ്റെ ജാനകിക്കുട്ടി എന്ന് വെച്ചാൽ ഒരു പഴയ കാലത്തെ കേട്ടോ, ഒരു 25 വർഷം മുൻപിലുള്ള മലയാളത്തിലെ ഒരു സാധാരണ പാവാടിയും ജാക്കറ്റും ഇട്ട് നടക്കുന്ന ഒരു പെൺകുട്ടിയായിരുന്നു. അതിൽ നിന്ന് ഇപ്പോൾ എന്ന് വെച്ചാൽ വെരി മോഡേൺ എന്നുള്ള രീതിയിലുള്ള അത്രയും ആധുനികമായിട്ടുള്ള വേഷവിധാനങ്ങൾ ധരിക്കുന്ന ഒരു പെൺകുട്ടിയായിട്ട് കേരളത്തിലെ പെൺകുട്ടികൾ മാറിയിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ മ്യൂസിക് ആൽബത്തിനെ ഞാൻ കാണുന്നതും അതിലൂടെയാണ്. അപ്പോൾ ആ പെൺകുട്ടി അവളുടെ ഇതിന്റെ തുടക്കത്തിൽ തന്നെ കാണുന്നുണ്ട്, അവളൊരു അന്വേഷിക്കുകയാണ്, ആരെയോ അന്വേഷിക്കുന്നതായിട്ടാണ് നമുക്ക് തോന്നുന്നത്. അവള് ഒരു അന്വേഷണത്തിലൂടെ ഇങ്ങനെ ഇറങ്ങി പുറപ്പെടുന്നു. അത് അവളുടെ പാർട്ട്ണർക്ക് വേണ്ടിയിട്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്നുവെച്ചാൽ ഒരു ലവർക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവളുടെ പാർട്ട്ണറെ അന്വേഷിച്ചു കൊണ്ടുള്ളൊരു യാത്രയ്ക്കായിട്ട് അവള് പുറപ്പെടുകയാണ്, അന്വേഷണത്തിലാണ് അവൾ, അതിലേക്കായിട്ട് വരുന്നു. അപ്പോൾ ഈ പാട്ടുകാരനും ഒരു പുറത്ത് ഒരു വശത്ത് നിന്ന് മുന്നോട്ട് പോരുന്നുണ്ട്. ഞാൻ വിചാരിക്കുന്നതെന്ന് വെച്ചാൽ അദ്ദേഹം ഈ പെൺകുട്ടിയെ പ്രപ്പോസ് ചെയ്യുന്നു എന്നുള്ള രീതിയിലാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ പാട്ടുകാരനും ഈ പെൺകുട്ടിയുടെ അടുത്തേക്കാണ് വരുന്നത്. പെൺകുട്ടിയാകട്ടെ അവളുടെ കാഴ്ചപ്പാടുകൾക്കൊത്ത ഒരാളെ അന്വേഷിക്കാനായിട്ട് പുറപ്പെടുകയും ചെയ്യുന്നു. ആ വീഡിയോയുടെ തുടക്കത്തിൽ തന്നെ കാണാമെന്ന് വെച്ചാൽ അന്വേഷണത്തിനായിട്ട് അവൾ ഇറങ്ങുമ്പോൾ തന്നെ അവളുടെ മുകളിലേക്ക് അല്ലെങ്കിൽ അവളുടെ മുകളിലേക്ക് കുറേ പേപ്പറിന്റെ തുണ്ടുകൾ അങ്ങനെ വന്ന് വീഴുന്നുണ്ട്. അതെല്ലാം എന്ന് വെച്ചാൽ അവളുടെ അന്വേഷണത്തിന്റെ ഓരോരോ അംശങ്ങളാണ്. അതിൽ ചില ക്യൂസ് ആണ് അതിൽ കാണുന്നത്. ചില ആൽബത്തിന്റെ മുന്നോട്ടുള്ള പോക്കില് ആ കടലാസ് കഷ്ണങ്ങൾ അവള് പല സ്ഥലത്തു നിന്നായിട്ട് ഇങ്ങനെ അവൾക്ക് കിട്ടുന്നുണ്ട്. അതിൽ അവൾ അന്വേഷിക്കുന്ന ആളുടെ ചില കുറച്ച് രൂപങ്ങൾ അതിൽ കിട്ടുന്നുണ്ട്. അതെല്ലാം പിന്നീട് ഇതിൽ നിന്ന് എല്ലാം ഇൻപുട്ട് എടുത്തിട്ട് അവള് അദ്ദേഹത്തിന്റെ രൂപം അവസാനത്തിലായിട്ട് വരുമ്പോൾ എന്ന് വെച്ചാൽ അത് മുഴുവനാക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ പാട്ടുകാരനും എന്ന് വെച്ചാൽ ഇവളിലേക്ക് എത്തുക എന്നുള്ളൊരു ഇതോട് കൂടിയിട്ടാണ് പാട്ടുകാരനും മുന്നോട്ട് ഇങ്ങനെ യാത്ര ചെയ്ത് പാട്ട് പാടിയിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്.
ഇവളെന്ന് വെച്ചാൽ ഒരുപക്ഷെ ഈ ലോകം മുഴുവൻ എന്നുള്ള രീതിയിൽ യാത്ര ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ഒറ്റയ്ക്കാണ് യാത്ര. അത്രയും ആ രീതിയിൽ സ്വാതന്ത്ര്യം അനുഭവിച്ചുകൊണ്ട് അവള് ഇങ്ങനെ മുന്നോട്ട് പോവുകയും ചെയ്യും. അവളുടെ സങ്കല്പത്തിൽപ്പെട്ട ആളെ കണ്ടെത്താനായിട്ട് ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നു. പിന്നീട് ഇത് ആൽബത്തിന്റെ അവസാനത്തിലേക്ക് എത്തുന്നതോട് കൂടിയിട്ട് അവളുടെ ആ സങ്കല്പത്തിലുള്ള ആളുടെ ചിത്രം വരച്ച് പൂർത്തിയാക്കുന്ന അതേ ഇൻസ്റ്റന്റിൽ ആ പാട്ടുകാരൻ മനസ്സിലാക്കുന്നുണ്ട് അത് അദ്ദേഹമല്ല, പാട്ട് പാടുന്ന ആളല്ല ഈ പെൺകുട്ടി പൂർത്തിയാക്കി. അവർ തമ്മിൽ സാമ്യമുണ്ട്, എന്നിരുന്നാൽ തന്നെയും അതല്ല എന്ന് പാട്ടുകാരൻ മനസ്സിലാക്കുന്നു. അതോടുകൂടി പാട്ടുകാരൻ പതുക്കെ ഈ മ്യൂസിക് ആൽബത്തിൽ നിന്ന് പതുക്കെ അദ്ദേഹം റിട്രീറ്റ് ചെയ്യാണ്, പതുക്കെ പുറകോട്ട് മാറിപ്പോവുകയും ചെയ്യുന്നു. അപ്പൊ അത്തരം രീതിയിലുള്ളൊരു സന്ദേശത്തിന് നമ്മളുടെ സാമൂഹ്യ സാഹചര്യത്തിൽ ഒരു വാലിഡ് ആയിട്ടുള്ളൊരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. വെച്ചാൽ ഇന്നത്തെ കാലത്ത് നമ്മൾ ഒരു എന്താ പറയുക, ഒരു റിലേഷൻഷിപ്പിലേക്ക് നമ്മൾ പുറപ്പെടുമ്പോൾ നമ്മൾ ദി അതർ പേഴ്സൺ അദ്ദേഹത്തിൻ്റെ ഇഷ്ടാനിഷ്ടങ്ങൾ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ വികാരങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അദ്ദേഹത്തിന് നമ്മൾ ഇഷ്ടപ്പെടുന്നില്ല എന്ന് തോന്നുന്ന ഒരു അവസരത്തിൽ നമ്മൾ സ്വയം പിൻവാങ്ങേണ്ടത് ഉണ്ടെന്നും കൂടിയാണ് ഞാൻ ഇതിൽ നിന്ന് മനസ്സിലാക്കിയെടുത്തത് കേട്ടോ. എൻ്റെ മനസ്സിലുള്ള ആ ഇത് കൃത്യമായിട്ട് നിങ്ങളിലേക്ക് കൺവേ ചെയ്യാനായിട്ട് എനിക്ക് കഴിഞ്ഞു എന്ന് എനിക്ക് അറിയില്ല. എന്നിരുന്നാലും ചെറിയ രീതിയിൽ സാധിച്ചിട്ടുണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇന്ന് ചിലപ്പോൾ ചില പത്രവാർത്തകളൊക്കെ കാണാറുണ്ടല്ലോ. എന്ന് വെച്ചാൽ പ്രണയം നിരസിച്ചതിന് അതർ പാർട്ടിയെ, പ്രത്യേകിച്ചും പെൺകുട്ടികൾ എന്നുള്ള രീതിയിലുള്ള ആൾക്കാരെ ആക്രമിക്കുക, അപായപ്പെടുത്തുക എന്നുള്ളൊരു സാഹചര്യം നമ്മുടെ ഒരു സാമൂഹ്യ മണ്ഡലത്തിൽ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് എന്നുള്ളൊരു ഇതുണ്ട്. ആ അവസരം കൂടി നിങ്ങളുടെ മുന്നിലേക്ക് ഒന്ന് കൊണ്ടുവരാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. പിന്നെ നമുക്ക് പാട്ടിൻ്റെ വരികളിലൂടെ ഒന്ന് യാത്ര ചെയ്യാം. അപ്പം ഈ പാട്ട് തുടങ്ങുന്നത് ഇങ്ങനെയാണ്. അതേ നിലാതാരങ്ങളായി മിന്നുമഴകാലിനി ഇതാ നെഞ്ചോരമായി പടരാനായി നിറയാനായി ഈ വാനം മേലെ പാറാനായി എന്നോമലെ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇത് തുടങ്ങുന്നത്. ഇതിൽ അതേ നില എന്ന് പറഞ്ഞു തുടങ്ങുമ്പോൾ എന്ന് വെച്ചാൽ അതൊരു സ്പെസിഫിക് ആയിട്ടുള്ളൊരു കാര്യത്തെക്കുറിച്ച് പറയുമ്പോഴാണ്. അപ്പം പ്രത്യേകിച്ചും കവികളൊക്കെ അങ്ങനെ ഉപയോഗിക്കുമ്പോൾ എന്ന് വെച്ചാൽ നമ്മളറിയുള്ളൂ, തീ എന്നുള്ളൊരു വാക്ക് വെച്ചിട്ടാണ് ഇത് തുടങ്ങുന്നത്. അതൊരു പക്ഷേ ഇദ്ദേഹത്തിന് ഈ കുട്ടിയെ അറിയാം എന്നുള്ളൊരു സൂചന നൽകാനായിരിക്കാം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതേ നിലാതാരങ്ങളായി എന്ന് വെച്ചാൽ ഇപ്പോൾ മുന്നേ ഉണ്ടായിട്ടുള്ളൊരു അവസരത്തെ ഒന്ന് സൂചിപ്പിക്കാനായിട്ടാണ് ഇത് അതേ നില എന്നുള്ള രീതിയിൽ അങ്ങനെ തുടങ്ങുന്നത് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതേ നിലാതാരങ്ങളായി എന്ന് വെച്ചാൽ, നിലാതാരങ്ങൾ എന്ന് വെച്ചാൽ അതേ നിലാവും താരങ്ങളും ഉള്ള മിന്നും അഴകാലിനി, അതൊക്കെ എന്ന് വെച്ചാൽ വളരെ വളരെ സൗന്ദര്യം നിറഞ്ഞിട്ടുള്ള ചില സങ്കല്പങ്ങളാണ്. ചില നിലാവും മിന്നുന്ന താരങ്ങളും ഒക്കെയുള്ള ഒരു അറ്റ്മോസ്ഫിയറിൻ്റെ ഉള്ളില് നെഞ്ചോരമായി പടരാനായി, അത് ഓക്കെ, കാമുകന്മാര് പറയുന്ന വാക്കുകളായിരിക്കാം. നെഞ്ചോരമായി പടരാനായി, അതായത് ഈ കാമുകിയുടെ അടുത്തേക്ക് ചെല്ലാനായിട്ടാണ് ഇദ്ദേഹം ഇറങ്ങി പുറപ്പെടുന്നത് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ഗായകൻ തൻ്റെ യാത്ര തുടങ്ങുന്നത്. ദൂരെ താലോലമായി പാടുമെൻ സ്വരമിത ചാരെ തേൻതുള്ളിയായി പകരാനായി ഇട്ടാണ് അദ്ദേഹം വരുന്നത്. അത് നുകരാമോ എന്ന് ഒന്ന് ചോദിക്കുന്നു.
ഇപ്പോൾ എന്ന് വെച്ചാൽ ഗായകൻ കുറച്ച് ദൂരെ താലോലം എന്ന് വെച്ചാൽ ഇങ്ങനെ താരാട്ട് എന്ന് പറയില്ല, ആലോലം അല്ലെങ്കിൽ താലോലം എന്ന് പറയുന്നത് താരാട്ടിന്റെ ഒരു ഈണത്തിലാണ് അത്. ആ ഒരു അറ്റ്മോസ്ഫിയറിനെയാണ് സൂചിപ്പിക്കുന്നത്. ആ രീതിയിൽ പാടുന്ന സ്വരം നിന്റെ ചാരേ എന്ന് വെച്ചാൽ മനോമി എന്താ അർത്ഥം? ചാരേ എന്ന് വെച്ചാൽ എന്താ അർത്ഥം? അടുത്ത്. കറക്റ്റ്. ചാരെ തേൻ തുള്ളിയായി പകരാനായി ാണ് ഗായകൻ പുറപ്പെടുന്നത് കേട്ടോ. അതിനായിട്ട് ഈ ഗായകൻ പുറപ്പെട്ടു വരുന്നു. നുകരാമോ എന്ന് ചോദിക്കുകയും ചെയ്യുന്നു. അടുത്തത് മണ്ണിൽ പൂക്കും കനിവായി നീ അലിയുമേതോ അഴൽ ശേലുമായി അരികിലാരോ കുളിർമഞ്ഞു പോൽ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എന്ന് വെച്ചാൽ ഒരു യാത്രയുടെ അല്ലെങ്കിൽ ഒരു തരംഗത്തിന്റെ ഒരു വേവ് ഫോമിലൂടെ ഇങ്ങനെ കയറി ഇങ്ങനെ പോവാണ്. ഒരു പക്ഷെ മണ്ണിൽ പൂക്കും കനിവായി എന്ന് പറയുമ്പോൾ എന്ന് വെച്ചാൽ അത് അത്രയും എന്ന് വെച്ചാൽ ഒരു പക്ഷേ ഡൗൺ ടു എർത്ത് എന്ന് വെച്ചാൽ അത്രയും റിയൽ ആയിട്ടുള്ള ഒരു പ്രൊപ്പോസലാണ് ഈ ഗായകൻ ഈ മറ്റേ പെൺകുട്ടിയുടെ മുന്നിലേക്ക് വെക്കുന്നത്. അരികിൽ ആരോ കുളിർ മഞ്ഞു പോൽ തഴുകുമെന്നെ കരളിൽ ആമോദമേകാന്ത രാവിൽ മനവതോർക്കാതെ തോരാതെ പെയ്യാൻ വരുമതേ നിലാരാവായി മാറുന്നിതേകാന്ത തരുപോൽ അണിയാനായി. ഇതെല്ലാം എന്ന് വെച്ചാൽ ആ ഒരു വേവ് ഫോം പോലെ എങ്ങനെ പോകുന്നു എന്നുള്ളതാണ് വെച്ചാൽ ആ മ്യൂസിക് വീഡിയോക്ക് ഇങ്ങനെ ചേർന്ന് നിൽക്കുന്ന രീതിയിൽ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. കൂടുതലായിട്ട് പറയേണ്ടതുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഈ നാദം നീളെ തേടാനായൻ മനമതേ നിലാതാരങ്ങളായി മിന്നുമഴകാലിനി ഇതാ നെഞ്ചോരമായി പടരാനായി നിറയാനായി ഈ വാനം മേലെ പാറാനായൻ നോവല്. ഇതോടുകൂടിയിട്ട് ആ പാട്ട് അവസാനിക്കുകയാണ്. ഇതും പ്രത്യേകിച്ച് പറയാനായിട്ടൊന്നുമില്ല എന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ ഞാൻ അവസാനിപ്പിക്കുകയാണ്, ഞാൻ പിന്മാറാണ്. അപ്പോൾ ഇനി നിങ്ങളുടെ കൂടാണ്. എല്ലാവരും എന്തെങ്കിലും അഭിപ്രായങ്ങൾ പറയണമെന്നാണ് ഞാൻ പറയുന്നത് കേട്ടോ. എൻ്റെ ഒരു കാഴ്ചയുടെ അനുഭവമാണ് ഞാൻ പറഞ്ഞത്, എൻ്റെ ഒരു കാഴ്ചപ്പാടുമാണ് ഞാൻ പറഞ്ഞത്. ഇനി നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള ഇതുണ്ടാവും. അപ്പോൾ ഓരോരുത്തരായിട്ട് നിങ്ങളുടെ അനുഭവം പറയണമെന്നാണ് ഞാൻ താല്പര്യപ്പെടുന്നത്. ടെസ്സി ടീച്ചർ വെച്ച് തുടങ്ങാമെന്നാണ് എനിക്ക് പറയുന്നത്. വെച്ച് തുടങ്ങുകയും ഭവ്യജ്യോതി വെച്ചിട്ട് അവസാനിപ്പിക്കുകയും ചെയ്യാം. അതിനിടയിൽ മനോമിയൊക്കെ ഇങ്ങനെ കടന്നു വരും. ഞാൻ ഈ പാട്ട് ആദ്യമായിട്ടാണ് കാണുന്നതും കേൾക്കുന്നതും. അപ്പം അന്ന് മനോമിയാന്ന് തോന്നുന്നു, പ്രണയം അനുഭവിക്കണമെങ്കിൽ അത് അനുഭവിക്കണ്ടേ, എന്നാലല്ലേ ഇതൊക്കെ മനസ്സിലാവുള്ളൂ എന്ന് ചോദിച്ചു. വീണ്ടും നമ്മൾ മുതിർന്നവര് പ്രണയാണ് എടുത്ത് വിളമ്പണത്. മനോമിക്കായിരിക്കും അപ്പൊ ഒരുപക്ഷെ കൂടുതലായിട്ട് പറയാണ്ടാവാന്ന് തോന്നുന്നു. പക്ഷെ വളരെ ഭംഗിയായിട്ടുള്ള ഒരു അവതരണവും വളരെ നല്ല വരികള്, ഒരു എന്താ പറയാ നല്ലൊരു ഫീലിംഗ്. പിന്നെ അതിനെക്കുറിച്ച് ഞാൻ കൂടുതൽ ലിറിക്സ് ഒക്കെ നന്നായി നോക്കിയല്ല ചിലപ്പോ എനിക്ക് എന്റേതായൊരു ഭാവന ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ ജിൻസിന്റെ അത് പറഞ്ഞാൽ അതിൽ കൂടി അത് വളരെ ഭംഗിയായിട്ടുണ്ട്. അത് ഈ രണ്ടാമത് ഈ പാട്ട് കേൾക്കുമ്പോ വളരെ നന്നായിട്ട് തോന്നും. പിന്നെ എനിക്കതില് ഈ എഴുതുന്ന വ്യക്തി ഉണ്ടല്ലോ, ഈ പാട്ട് പാടുന്ന വ്യക്തി, എഴുതുന്ന വ്യക്തി, പാടുന്ന വ്യക്തിയുടെ ഒരു ഭാവനയായിട്ടല്ലേ അത് വരണത്. കാഴ്ചപ്പാടും ശരിയാണ് കേട്ടോ. ശരിയാണ്. ആ പാടുന്ന വ്യക്തിയുടെ ഭാവനയായിട്ടാണ് എനിക്ക് തോന്നിയത് കേട്ടോ. എല്ലാവർക്കും അങ്ങനെ ആവണമെന്നില്ല, അങ്ങനെ തോന്നിയത്. ഭാവനയോ അനുഭവമോ ആകാമില്ല. എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കില് അതില് വേറൊരാളല്ലേ വരുന്നത് അവസാനം. അതെ. ആ പെൺകുട്ടിയുടെ അടുത്തേക്ക് വരുന്നത് വേറൊരാളാണ്. എഴുതുന്ന ആളുടെ ഒരു എനിക്ക് ഭാവന പോലെ തോന്നി. അനുഭവമാകാം, ഭാവനയാകാം. പെൺകുട്ടി വാസ്തവത്തിൽ കണ്ടെത്തുന്നതായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പെൺകുട്ടി കണ്ടെത്തുന്നതാണ് അയാളെ. പക്ഷെ അത് പാട്ടുകാരനല്ല. പാട്ടുകാരനല്ല. അതെ.
മധു പറയാം മധു. എന്താ അല്ല ആ പെൺകുട്ടി നമ്മുടെ പ്രണയത്തെ തിരിച്ചറിയുന്നത്, അത് പ്രണയം എന്നുള്ളത് ഇപ്പൊ ഒരു നമ്മൾ സാധാരണമായ അർത്ഥത്തിൽ പറയുന്ന പ്രണയം മാത്രമാവണമെന്നില്ല. ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും അത് പ്രണയമാവാം, അല്ലെങ്കിൽ നമ്മുടെ ലക്ഷ്യങ്ങളാവാം, അല്ലെങ്കിൽ നമ്മുടെ സൗഹൃദങ്ങളാവാം, എന്തും ആകാവുന്നതാണ്. അതിലേക്ക് ഈ പെൺകുട്ടി വളരെ പതുക്കെയാണ് അതിലേക്ക് അവളുടെ തന്നെ പ്രണയത്തെ അവൾ കണ്ടെത്തുന്നത്. വളരെ പതുക്കെയാണ്, ഇങ്ങനെ കഷ്ണങ്ങളായിട്ട് വരുന്ന ചിന്തകളിൽ നിന്ന് അല്ലേ, വളരെ കാലമെടുത്തിട്ടാണ് അവർ കണ്ടെത്തുന്നത്. അതുപോലെ തന്നെ ഇദ്ദേഹത്തിന് ഇപ്പൊ എഴുതുന്ന അയാള് ഓൾറെഡി കണ്ടെത്തി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു, പക്ഷെ അത് മാച്ച് ആവുന്നില്ല എന്നുള്ളത് അത് ജീവിതത്തിൽ പലപ്പോഴും സംഭവിക്കുന്നതാണ്. അത് നമ്മുടെ നേരത്തെ പറഞ്ഞ പ്രണയത്തിന്റെ മാത്രമല്ല, എല്ലാ രീതിയിലും നമ്മുടെ ഒരു ജോലി പോലും നമ്മൾ പലപ്പോഴും ആ രീതിയിലാണ് നമ്മൾ സങ്കല്പിച്ച് വരുന്നു, പക്ഷെ നമ്മൾ അതിൻ്റെ അടുത്ത് എത്തുന്നില്ല. പക്ഷെ ജിൻസ് പറഞ്ഞതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം, അത് കുട്ടികൾ കൂടി പ്രധാനമായിട്ടുള്ളത്, നമ്മള് കണ്ടെത്തുന്ന ആൾ, അല്ലെങ്കിൽ എന്താണെങ്കിൽ ഒരു ആൾ എന്നിപ്പോ പറയാം, അവര് നമ്മളെ തന്നെ പ്രണയിച്ചോളണം എന്നില്ല എന്നുള്ള സത്യം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. നമ്മൾ വേറെ വേറെ ആളുകളാണ്. അതുകൊണ്ട് ഈ ഒരു അഭിപ്രായ വ്യത്യാസങ്ങളോ അല്ലെങ്കിൽ മോഹഭംഗങ്ങളോ ഉണ്ടാവുമ്പോൾ അതിനെ ഹാൻഡിൽ ചെയ്യേണ്ടത് എങ്ങനെയാണ് എന്ന് നമ്മൾ വളരെ പഠിച്ചിരിക്കേണ്ടതാണ്. അത് പ്രത്യേകിച്ച് കുട്ടികൾ മാത്രമല്ല, എല്ലാവരും അത് പഠിച്ചിരിക്കേണ്ടതാണ്. ജീവിതത്തിന്റെ ഏത് മേഖലയിലും ഇങ്ങനത്തെ മോഹഭംഗങ്ങളോ അല്ലെങ്കിൽ മിസ്മാച്ചോ ഉണ്ടാവാം. അതിനെ നമ്മൾ എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നു എന്നുള്ളത് വളരെ പ്രധാനമാണ്. പ്രത്യേകിച്ചും ജിൻസ് പറഞ്ഞ പോലെ തന്നെ നമ്മള് എങ്ങനെയാണ് നമുക്ക് പ്രണയിക്കുന്ന ഒരാളുടെ മുഖത്ത് ആസിഡ് ഒഴിക്കാൻ പറ്റുക? അത് ഒന്നുകിൽ അത് പ്രണയമല്ല, അത് വേറെ എന്തോ ആണ്. അല്ലാതെ നാം സ്നേഹിക്കുന്ന ഒരാള് നമ്മളെ സ്നേഹിക്കുന്നില്ല എന്നറിയുമ്പോൾ അവരെ ഉപദ്രവിക്കാനോ ആസിഡ് ഒഴിക്കാനോ തോന്നുന്നുണ്ടെങ്കിൽ അത് പ്രണയമല്ല, വേറെ എന്തോ ആണ് എന്ന് അത് അവരവർ തിരിച്ചറിയുകയും കൂടി വേണം എന്നാണ് എനിക്ക് ഈ പാട്ട് കേട്ടപ്പോൾ തോന്നിയത്. ആ പാട്ട് കേട്ടപ്പോഴല്ല, ജിൻസ് അത് പറഞ്ഞപ്പോൾ എനിക്ക് അതിനെക്കുറിച്ച് കൂടുതൽ പറയണം എന്ന് തോന്നിയത്. ഞാൻ പറയാൻ ഉദ്ദേശിച്ചതും എൻ്റെ ഒരു മെയിൻ പോയിന്റും ഇത് തന്നെയായിരുന്നു. പലപ്പോഴും അത് ശരിക്കും ഫെയർ അല്ല എന്ന് തോന്നുന്ന പല കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവും. അപ്പൊ അതിനെ ഹാൻഡിൽ ചെയ്യുന്നത്, നമ്മൾ നിരാശരാവരുത്, നമ്മൾ ഇങ്ങനെ ഇത്തരം രീതിയിലുള്ള എന്താ പറയാ ക്രമോത്സുകമായിട്ടുള്ള രീതിയിൽ പ്രതികരിക്കരുത് എന്നൊക്കെ ഉള്ളത് വളരെ പ്രധാനമാണ്. അതിന് നമുക്ക് കഴിയുന്നത് നമ്മുടെ അപ്പുറത്ത് നിൽക്കുന്ന ആൾക്കും അവരുടേതായിട്ടുള്ള ശരികളും സങ്കല്പങ്ങളും പ്രണയവും ഒക്കെ ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോഴാണ്. അത് അങ്ങനെ വരുമ്പോൾ അതില് വയലൻസ് പോവും, നമുക്ക് പ്രതികാരം പോവും, നമുക്ക് അവരെ മനസ്സിലാക്കാൻ പറ്റും. എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാല് മധു പറഞ്ഞ ചേർക്കാനായിട്ട് എന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മൾ എന്ന് വെച്ചാൽ ഒരു മെയിൽ ഫീമെയിൽ എന്നുള്ള ഒരു രീതിയിലേക്ക് വരുമ്പോൾ ഇറ്റ്സ് എ 50-50 ഗെയിം എന്ന് നമ്മൾ മനസ്സിലാക്കി വെക്കണം എന്നുള്ളതാണത്. എന്ന് വെച്ചാൽ പണ്ട് കാലത്ത് ഒരു മെയിൽ മെമ്പറിന് ഒരു എന്താ പറയുക കുറച്ച് പെർസെൻറ്റേജ് കൂടുതലുള്ള ഒരു ഇതുണ്ടായിരുന്നു. പക്ഷേ കാലം വളരെയധികം മുന്നോട്ട് പോയിട്ടുണ്ട്. ഇപ്പോൾ അത് 50-50 എന്നുള്ളൊരു തലത്തിലാണ്. അല്ലെങ്കിൽ എന്ന് വെച്ചാല് നേരെ വിപരീതമാണ്. കാലം കുറച്ചുകൂടെ മുന്നോട്ട് പോവുകയും ഫീമെയിൽസിന് പ്രിഡോമിനൻസ് എത്തിക്കുന്ന ഒരവസ്ഥയിലേക്കും കൂടെ എത്തിയിട്ടുണ്ടെന്നുള്ളൊരു കാര്യം നമ്മൾ മെയിൽസ് ഒന്ന് മനസ്സിലാക്കുന്നത് നല്ലതാണെന്നും കൂടിയാണ് എനിക്ക് ഇവിടെയുള്ള കൊച്ചു മെയിൽസിനോട് പറയാനുള്ള അത്രയ്ക്ക് പോകണ്ട. ഇനി മനോമി പറയൂ കേട്ടോ. മനോമി വാസ്തവത്തിൽ ഇത് ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ 2 തവണ കേൾക്കുകയും ചെയ്തു.
അങ്കിള് ചെറിയൊരു രീതിയിൽ പ്രസന്റ് ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഒരു ആശയം, അങ്കിളിന്റെ ആശയം. നിങ്ങളുടെ ആ കാഴ്ചയുടെ അനുഭവം ഒന്ന് പറയും, കുട്ടികളുടെ. ആദ്യം എനിക്ക് ഡൗട്ട് ചോദിക്കാനുണ്ട്. ആ കുട്ടിക്ക് ആ പീസ് ഓഫ് പേപ്പർ കിട്ടിയല്ലോ, അത് ആരാണ് അവിടെ കൃത്യമായി കുട്ടി കാണുന്ന വിധത്തിൽ വെച്ചത്? അവിടെ വേറെ കുറെ ആള് വന്നാല് കാണില്ലേ, അപ്പൊ പറിച്ചു പോകാൻ സാധ്യതയില്ലേ? അല്ലാതെ ആ കുട്ടി തന്നെ കാണുന്ന വിധത്തില് അതെങ്ങനെയാ ആരാ വെച്ചത് അത് അങ്ങനെയൊക്കെ? അത് ആ കുട്ടി സ്വന്തം മനസ്സിൽ നിന്ന് അതെ, കണ്ടെടുക്കുന്നതാണ്. അതങ്ങനെ എടുത്താൽ മതി. അത് പുറത്തുനിന്നല്ല കണ്ടെടുക്കുന്നത്. അത് കുട്ടിയുടെ മനസ്സിൽ നിന്ന്, കുട്ടിയുടെ സങ്കല്പങ്ങളാണ് അതൊക്കെ. ആരും കൊണ്ടുവന്ന് വെക്കുന്നതല്ല. ആ കുട്ടി തന്നെയാണ് അത് കുട്ടി തന്നെയാണ് കണ്ടെത്തുന്നത് കേട്ടോ. ആ കുട്ടി തന്നെയാണ് അത് കണ്ടെത്തുന്നത്. കുട്ടി തന്നെയാണ് ആ പടം വരച്ച് മുഴുവനാക്കുന്നത്. എല്ലാം ചെയ്യുന്നത് ആ കുട്ടി തന്നെയാണ്. അവളുടെ സങ്കല്പങ്ങളാണത്. പക്ഷെ ആ സങ്കല്പങ്ങളും പിക്ചറും തമ്മില് കംപ്ലീറ്റ് ശരിയാവോ? വരച്ചപ്പോ കറക്റ്റ് ശരിയല്ലേ? അങ്ങനത്തെ ആൾക്കാരൊക്കെ ഉണ്ടാവോ? അത് ടെലിപതിയാണ് മനോമി, ടെലിപതി. മനോമി സയൻസ് ആയിട്ട് ഇതിനെ കമ്പയർ ചെയ്യണ്ട കേട്ടോ. അത് വരുന്ന പോലെ. സയൻസ് ഒന്നുമല്ല, ഇമാജിനേഷൻ ആണ്. ഇത് പ്യൂർലി ഹ്യൂമാനിറ്റീസ് ആണ് കേട്ടോ. അങ്കിള് പണ്ട് കാലം അവതരിപ്പിച്ചപ്പോഴേ അതിൽ കുറച്ച് ഫിസിക്സ് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കേണ്ടായിരുന്നു. ഇതിൽ എന്ന് വെച്ചാൽ പ്യൂർലി ഹ്യൂമാനിറ്റീസ് ആണ് കൊണ്ടുവരുന്നത്. ഇത് സോഷ്യൽ സയൻസ് ആണ് കേട്ടോ മനോമി. ആ സോഷ്യൽ സയൻസ് ഇപ്പൊ എനിക്കിഷ്ടം. ഫോട്ടോഗ്രാഫി അങ്ങനെയൊന്നുമില്ല. ഫിസിക്സ് കെമിസ്ട്രി മാത്സ് ഒന്നും ഇല്ല അതില്. സോഷ്യൽ സയൻസ് ആണിത്. നല്ല രസമുണ്ടായിരുന്നു സാറിന്റെ പ്രസന്റേഷൻസ്, എനിക്കിഷ്ടപ്പെട്ടു. വെരി ഗുഡ്. കഴിഞ്ഞ പ്രാവശ്യം ഞാനൊരു ഡൗട്ട് ചോദിച്ചപ്പോ എല്ലാരും പറഞ്ഞില്ലേ ഈ രീതിയിൽ ഒരു മ്യൂസിക്കിനെ കാണണം എന്നൊക്കെ. ഞങ്ങളുടെ ഫസ്റ്റ് മലയാളത്തിലെ ചാപ്റ്റർ ലക്ഷ്മണ സ്വാതന്ത്ര്യം എന്നായിരുന്നു. സാധാരണ എനിക്ക് മലയാളം ചാപ്റ്റേഴ്സ് ഒക്കെ എക്സാമിന് വേണ്ടി പഠിക്കല്ലാതെ ശരിക്കും ഇഷ്ടപ്പെട്ട് പഠിക്കില്ല. പക്ഷെ നിങ്ങൾ പറഞ്ഞ കൺസെപ്റ്റ് ഒക്കെ വെച്ച് അത് അപ്ലൈ ചെയ്തപ്പോ എനിക്ക് പാട്ട് ഭയങ്കര ഇഷ്ടമായി. ഞാനത് കുറെ വട്ടം അതിൽ യൂട്യൂബ് വീഡിയോസ് കണ്ടു. പിന്നെ പേരൻസിനൊക്കെ പറഞ്ഞു കൊടുത്തു ഈ പാട്ട് ഇത്ര ഡീപ്പാണ് എന്നൊക്കെ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ആ രീതിയിൽ ചിന്തിച്ചപ്പോ. വെരി ഗുഡ്, വെരി ഗുഡ്. നമ്മൾ എന്നുവെച്ചാൽ ഉദ്ദേശിക്കുന്നത് അത് തന്നെയാണ്. അത് ആ രീതിയിൽ നിങ്ങൾ സ്വീകരിക്കുന്നുണ്ടെന്ന് അറിയുന്നതിൽ സന്തോഷമുണ്ട് കേട്ടോ. ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്. അല്ല മനോമി, അതിന് വരച്ച അതേ ആളെ കണ്ടു എന്ന് വെച്ചില്ലേ, അതിന് വരച്ച ആളെ കാണിക്കുന്നത് അതൊരു പ്രതീകാത്മകമായിട്ടാണ്. അതായത് ലിറ്ററലി വരയ്ക്കുക എന്നുള്ളതല്ല അതിന്റെ അർത്ഥം. ലിറ്ററലി വരച്ചിട്ട് ആളെ തപ്പാൻ പോവുക അങ്ങനെയല്ല അതിന്റെ അർത്ഥം. അതിന്റെ അർത്ഥം നമ്മൾ പറയില്ലേ, മനസ്സിൽ ചിത്രം തെളിഞ്ഞു എന്ന് പറയില്ലേ. അപ്പൊ അതിലിപ്പോ നോക്കിക്കഴിഞ്ഞാൽ കാണാം, ആദ്യം വരയ്ക്കുമ്പോ അതിന്റെ ഒരു ബ്രില്യൻസ്, സംവിധായകന്റെ ബ്രില്യൻസ്, ഈ രണ്ടു പേരും താടിയുള്ള ആളുകൾ ഒരേപോലെ കാണിക്കുക. അതായത് പകുതി വരെ വരയ്ക്കുമ്പോ രണ്ടും ആവാം. അപ്പൊ പകുതി വരെ വരയ്ക്കുമ്പോ ഇവനൊരു ഹോപ്പ് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് ഇവനാണെന്നാണ് വിചാരിക്കുന്നത്, ആ താടി വശത്തുനിന്ന് കാണിക്കുമ്പോ. അത് കഴിഞ്ഞ് പകുതി കഴിഞ്ഞ് ഫില്ലാവുമ്പോഴാണ് നമുക്ക് മനസ്സിലാവണം ആള് മാറിയുന്നത്. അതായത് പകുതി വരെയുള്ള സ്പെസിഫിക്കേഷൻ പറഞ്ഞപ്പോ ഇവനും സ്യൂട്ട് ആവാം. അപ്പൊ അത് ലിറ്ററലി വരച്ചിട്ട് ആളെ തപ്പുക എന്നുള്ളതല്ല അതിന്റെ അർത്ഥം. അത് പ്രതീകാത്മകമായിട്ട് മനസ്സിൽ വിരിയുന്നു എന്നുള്ളതിനെ ഒരു വിഷ്വലിൽ കാണിക്കാൻ ഉപയോഗിച്ചിട്ടുള്ള ഒരു ടെക്നിക്കാണ്, ഒരു വിഷ്വൽ ടെക്നിക്കാണ്. ലിറ്ററലി അതിനെടുക്കൽ. വെൽ സപ്പോർട്ടഡ്. മനോമിക്ക് ഇപ്പൊ ക്ലിയർ ആയിട്ടുണ്ടാവും അല്ലേ? ഇല്ലേ മനോമി? ക്ലിയർ ആയി. ചേച്ചി ക്വസ്റ്റ്യൻ തന്നെയായിരുന്നു ചോദിക്കാനുണ്ടായിരുന്നത്. ആ ചേച്ചി ആദ്യം ഇങ്ങനെ പടം കുറെ വന്നത് കണ്ടു. ആ പടം നോക്കി വരച്ചതാണോ അതോ അങ്ങനെ വന്ന ചെറിയ ഡൗട്ട് ഉണ്ടായിരുന്നു. അപ്പൊ മനോജ് ചേച്ചി ചോദിച്ചപ്പോ എനിക്ക് മനസ്സിലായി. പടം നോക്കി വരയ്ക്കുന്നതല്ല, ആ പടം ആ കുട്ടിയുടെ മനസ്സിൽ ഇങ്ങനെ തെളിഞ്ഞു വരുന്നതാണ്. അത് നമ്മുടെ ഇഷ്ടങ്ങള് വളരെ സാവധാനം രൂപപ്പെടുന്നതാണ്. നമ്മുടെ മോഹങ്ങളും നമ്മുടെ ഇഷ്ടങ്ങളും നമ്മുടെ പ്രതിജ്ഞകളും ഒക്കെ വളരെ സാവധാനം ഇങ്ങനെ, നമ്മുടെ ക്യാരക്ടർ അല്ലെങ്കിൽ നമ്മുടെ ഔട്ട്ലുക്ക്, ഇതൊക്കെ ഇങ്ങനെ വളരെ സാവധാനം വരുന്നതാണ്. കഷ്ണങ്ങളായിട്ട് വന്ന് ഒരു കാലഘട്ടമാവുമ്പോൾ അത് പൂർണ്ണമാവും. അങ്ങനെയാണ് അത് പൂർണ്ണമാവുന്നത്. നല്ല പ്രസന്റേഷൻ ആയിരുന്നു, ഇഷ്ടായി. ഈ കുട്ടികള് ഇപ്പൊ ഇവിടെ ഇരിക്കുന്ന ഒരുവിധം എല്ലാവരുടെയും
കുറച്ച് എന്ന് വെച്ചാൽ എൽഡേഴ്സ് ആയിട്ടുള്ള എല്ലാവരുടെയും ഒരു ഇത് നോക്കുമ്പോൾ നമ്മുടെയൊക്കെ ചെറുപ്പത്തിലുണ്ടായിരുന്നതിനേക്കാൾ എത്രയോ ഉയർന്ന രീതിയിലാണ് ഇവരൊക്കെ ഈ കുട്ടികളൊക്കെ ചിന്തിക്കുന്നത്. എക്സ്പോഷറും ഉണ്ട്. എക്സലന്റ്. സോങ് ഒരു ഫീൽ ഗുഡ് സോങ് ആയിരുന്നു, കേട്ടിരിക്കാൻ കൊള്ളായിരുന്നു. പിന്നെ പ്രസന്റേഷനും നല്ല രീതിയിൽ തന്നെ ആയിരുന്നു. അത്ര തന്നെ. സോങ്ങിനെ കുറിച്ച് പറയുമ്പോൾ ഒരു നല്ല രസമുണ്ട് അത് കേൾക്കാൻ. ഇപ്പം നമുക്ക് അതിന്റെ വിഷ്വൽ അല്ലെങ്കിലും ഇപ്പൊ ഹെഡ്സെറ്റ് വെച്ചിട്ട് നമുക്ക് വേറെ എന്തെങ്കിലും ജോലി ചെയ്യുന്ന സമയത്തും ഒരു കേട്ടിരിക്കാൻ പറ്റിയ ഒരു ഫീൽ ഗുഡ് സോങ് ആയിരുന്നു. അതാണ് എനിക്കതിൽ മെയിനായിട്ട് തോന്നിയ കാര്യം. പിന്നെ അതിനുശേഷം മധു സാറ് പറഞ്ഞ കാര്യങ്ങൾ, പ്രണയത്തെക്കുറിച്ച് പറയുന്നു, ആസിഡ് ഒഴിക്കുന്നതല്ല, അതൊക്കെ ഒരു ഭയങ്കര സോഷ്യലായിട്ടുള്ള കാര്യങ്ങളാണ്. ഒരു ജസ്റ്റ് ഒരു സോങ് കണ്ടിട്ട് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു തന്ന ശരിക്കും ഒരു നല്ല കാര്യമാണ്. ഇപ്പോൾ സൊസൈറ്റിയിൽ കോമൺലി സംഭവിക്കുന്ന കാര്യങ്ങളാണ് മധു സാറ് പറഞ്ഞു തന്നത്. അപ്പം നമ്മളൊരു വളർന്നു വരുന്ന തലമുറ അത് മനസ്സിലാക്കേണ്ടത് അനിവാര്യമായ കാര്യം തന്നെയാണ്. അപ്പോൾ അത് നല്ല രീതിയിൽ തന്നെയാണ് പറഞ്ഞത്. ഇന്നത്തെ ക്ലാസ് നല്ല ഉപകാരപ്രദമായിരുന്നു. ഒരു സോങ് എന്ന രീതിയിൽ സോങ്ങിനെ മനസ്സിലാക്കാൻ മാത്രമായിട്ടല്ല, ഇപ്പം സൊസൈറ്റിയിലുള്ള കാര്യങ്ങൾ മനസ്സിലാക്കി, ഇപ്പം നമുക്ക് ഇഷ്ടപ്പെടുന്ന ആളെ അയാൾക്ക് തിരിച്ചിഷ്ടപ്പെടണമെന്നില്ല. അപ്പം നമ്മൾ ഫോഴ്സ് ചെയ്യാൻ പാടില്ല. ഇപ്പോൾ ഒരിക്കലും ഇഷ്ടപ്പെടുന്ന ആളെ നമ്മൾ വേദനിപ്പിക്കാൻ ആഗ്രഹിക്കൂല. നമ്മൾ അതാണ് ഒരു ഇന്നത്തെ സൊസൈറ്റിയിൽ അത് സംഭവിക്കുന്നില്ല. എല്ലാം സോഷ്യൽ മീഡിയ എന്ന് പറയുന്നൊരു സംഗതി കൊണ്ട് മാക്സിമം ആൾക്കാരും വേറെ വീഡിയോസ് കാണുന്ന ഇൻഫ്ലുവൻസേഴ്സ് ഉണ്ട്. അവർ പറയുന്നതെല്ലാം കേട്ടിട്ട് ഇതാണ് സംഭവം, ഒറിജിനൽ അതാണ് എന്ന് പറഞ്ഞിട്ട് ഒരു യഥാർത്ഥത്തിൽ ഒരു വ്യക്തിയോടുള്ള സ്നേഹം, അതിപ്പോൾ അച്ഛനായിക്കോട്ടെ, അമ്മയായിക്കോട്ടെ, സഹോദരനായിക്കോട്ടെ, കൂട്ടുകാരായിക്കോട്ടെ, ആരോടാണെങ്കിലും ആ ഒരു യഥാർത്ഥത്തിലുള്ള സ്നേഹം ഇപ്പോഴത്തെ സൊസൈറ്റിക്ക് വരുന്നില്ല. അതാണ് മെയിൻലി ഇന്നത്തെ സൊസൈറ്റിയിൽ ഫാമിലി പ്രോബ്ലംസ് കൂടാനുള്ള ചാൻസ്, സംസാരം കുറയുന്നു. ഇതെല്ലാം അതിന്റെ കാരണങ്ങളാണ്. അപ്പൊ നമ്മൾ ഒരിക്കലും ഇഷ്ടപ്പെടുന്ന ആളെ വേദനിപ്പിക്കാൻ ആഗ്രഹിക്കത്തില്ല. പക്ഷെ ഇന്നത്തെ സമൂഹത്തിൽ അത് കോമൺ ആണ്. നമ്മളെന്നും പത്രത്തിൽ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ കാണാം, ഭാര്യ തല്ലി കൊന്നു, അച്ഛനെ എന്താ ചെയ്തു, ഇല്ലെങ്കിൽ പ്രണയ നിരസിന് എന്താ പറയാ ആസിഡ് ഒഴിച്ചു വെട്ടിക്കൊന്നു. ഇതൊക്കെ ഇത് എങ്ങനെ സംഭവിക്കുന്നു? ഇത് ഒരു കാട്ടിൽ ജീവിച്ച ജീവി ഇത്രയും സൊസൈറ്റി ആയിട്ട് ജീവിക്കുകയും ഇത്രയും എഡ്യൂക്കേഷൻ കിട്ടിയ ശേഷം ഇമാതിരി പണി കാണിക്കുന്നത് ഒരു ഭയങ്കര ഇതാണ്. നമുക്ക് ഇത്ര എഡ്യൂക്കേഷൻ കിട്ടിയ ശേഷം നമ്മൾ ഇത് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പൊ അതൊരു ഇന്നത്തെ സൊസൈറ്റിയുടെ ഒരു മേജർ ഡ്രോബാക്ക് അതാണ്. അപ്പോൾ അതെല്ലാം നല്ല രീതിയിലാണ് പറഞ്ഞത്. വളരെ പല രീതിയിൽ നമുക്ക് മധു സാറ് പറഞ്ഞ കാര്യങ്ങൾ ക്യാച്ച് ചെയ്തെടുക്കാൻ പറ്റും. അത്രേ ഉള്ളൂ. താങ്ക് യു. അക്ഷർ പറഞ്ഞല്ലോ, ഒരു കാര്യം പറഞ്ഞു വെച്ചാൽ ഇപ്പോൾ സൈബർ വേൾഡ് ഉണ്ട്. സൈബർ വേൾഡിൽ ഈ പാട്ടിൽ തന്നെ ഒരു വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. എന്നുവെച്ചാൽ മണ്ണിൽ പൂക്കും കനവ് എന്നുള്ളൊരു വാക്ക് ഇതിൽ ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ അതും ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. എന്നുവെച്ചാൽ നിങ്ങൾ സൈബർ ലോകത്ത് വിട്ടിരുന്ന പൂക്കളല്ല യാഥാർത്ഥ്യമായിട്ടുള്ളത്. അത് നമ്മളുടെ മുറ്റത്ത്, നമ്മളുടെ മണ്ണിൽ നിന്ന് പിറവിയെടുക്കുന്ന പൂക്കളാണ് യഥാർത്ഥത്തിലുള്ള പൂക്കൾ എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. കറക്റ്റ്. അത് എന്താ പറയുക, റിയൽ ആൻഡ് അൺറിയൽ എന്നുള്ളൊരു വ്യത്യാസം അതിലുണ്ടാവും എന്നുള്ളതും കൂടെ നിങ്ങൾ മനസ്സിലാക്കണം. പാട്ട് നല്ല ഫീലാണ് കേൾക്കാൻ. പിന്നെ അധികം വരിയില്ല, ചെറിയൊരു പാട്ടാ. പിന്നെ നമ്മുടെ പണ്ടത്തെ ആ ഗീതാഞ്ജലിയുടെ അത് ഇതായിട്ട് വന്നിട്ടില്ലാത്തൊരു ഇതുണ്ട്. അല്ലാതെ നല്ല പാട്ട് ഞാൻ ആദ്യമായിട്ടാണ് കേൾക്കണത് ഈ പാട്ട്. അപ്പൊ എനിക്ക് വിഷ്വൽസ് കണ്ടപ്പോ എനിക്ക് ഹീരിയ സോങ് ഉണ്ടല്ലോ ഹിന്ദി, അപ്പൊ അതിലെ വിഷ്വൽസ് ആയിട്ട് ചെറിയൊരു സാമ്യം, ഭയങ്കര സാമ്യമല്ല, നല്ല എവിടെ ഒരു സാമ്യമുള്ള പോലെ തോന്നി. ഏത് പാട്ടായിട്ടാണ്? ഹീരിയ എന്ന് പറഞ്ഞിട്ടൊരു പാട്ട് ഇറങ്ങി, ഒരു കൊല്ലായി. ഹിന്ദിയിലെ പാട്ടല്ലേ? ഓക്കെ, ആരും കേട്ടിട്ടുണ്ടാവും. പിന്നെ ജിൻസാറ് ആദ്യം ഈ സ്ത്രീകളുടെ ഒരു സ്ത്രീ ശാക്തീകരണം എന്നുള്ള പാത വിട്ടിട്ട് പിന്നെ നമ്മൾ ഇടയ്ക്ക് തുടങ്ങിയില്ല. അപ്പൊ പറഞ്ഞു ഗസലിന്റെ സൈഡിലേക്ക് പോകണ്ടെന്ന്. ഞാൻ ഈ പാട്ട് പറയണ വരെ ഗസലാവുന്ന വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോ
എന്തായാലും പാട്ട് ഞാൻ ഒന്നുമില്ലെങ്കിൽ ഗസലിന്റെ സൈഡിലേക്ക് പോവും, അല്ലെങ്കിൽ ഇതുവരെ വന്ന രീതിയിൽ തന്നെ പോകുന്ന വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇപ്രാവശ്യം കുറച്ച് വ്യത്യാസമായിട്ട് എല്ലാ പ്രാവശ്യത്തെ പോലെ തന്നെ കുറച്ച് കാര്യങ്ങൾ പറയാനുള്ള രീതിയിലുള്ള പാട്ടാണ് എടുത്തു. അതാണ് പറയാനുള്ളത്. നല്ല രസമുള്ള ക്ലാസ് ആയിരുന്നു. നല്ല പാട്ടായിരുന്നു. വീണ്ടും വീണ്ടും കേൾക്കാൻ തോന്നി. പിന്നെ സാധാരണ ഇവിടെ പണ്ടത്തെ പാട്ടാണ് എടുക്കാറ്. അപ്പൊ കുറച്ച് ലേറ്റസ്റ്റ് ആയിട്ടുള്ള പാട്ട് എടുത്തോണ്ട് സന്തോഷം. ഞാൻ കുറെ നാളെ വെയിറ്റ് ചെയ്യുന്നു ആരെങ്കിലും ഒക്കെ ലേറ്റസ്റ്റ് പാട്ട് എടുക്കുമെന്ന് വിചാരിച്ച്. പിന്നെ ഞാൻ ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. പിന്നെ നല്ല പാട്ടായിരുന്നു. മനസ്സിലായി. പിന്നെ ഷാസന ഋഷികേശ് ചാട്ടം പറഞ്ഞില്ലേ ഹീരി എന്നുള്ള പാട്ട്, അത് അത്യാവശ്യം ഈന്റെ സിമിലർ തന്നെയാണ്. അത് ഇപ്പോഴത്തെ കുട്ടികള് എല്ലാവരും കേട്ട പാട്ട് തന്നെയായിരിക്കും. പിന്നെ നല്ല രസമുണ്ടായിരുന്നു. ഒരു വ്യത്യസ്തമായ ഒരു സമീപനമാണെന്ന് എനിക്ക് ഇപ്പോഴും, ഞാൻ ഈ പാട്ട് ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. ഈ പാട്ട് പാടിയ ജോബ് കുര്യനെ ഞാൻ ഒരു തവണ നേരിട്ട് കണ്ട് സംസാരിച്ചിട്ടുണ്ട്. അത് കാവാലം സാറിന്റെ 1ാം ചരമവാർഷികം തിരുവനന്തപുരത്ത് വൈലോപ്പള്ളി അവിടെ നടന്നപ്പോൾ ഇദ്ദേഹം ഒരു പാട്ട്, സാറിന്റെ ഒരു പാട്ട് പാടിയിരുന്നു. അങ്ങനെയാണ് അദ്ദേഹവുമായിട്ട് ഞാൻ പരിചയപ്പെടുകയും സംസാരിക്കുകയൊക്കെ ഉണ്ടായി. സംഗീതത്തിനെ വളരെ ആവേശത്തോടു കൂടി സമീപിക്കുന്ന ഒരു ഗായകനാണ്. അതിനകത്ത് വളരെ ആത്മാർത്ഥമായിട്ടുള്ള അർപ്പണബോധത്തോടു കൂടി സംഗീതത്തിനെ കാണുന്ന ഒരു ചെറുപ്പക്കാരൻ. നല്ല വ്യത്യസ്തമായ ആലാപന ശൈലി. പക്ഷെ കൂടുതൽ പാട്ടുകളൊന്നും ഞാൻ പിന്നീട് എനിക്ക് അദ്ദേഹത്തിന്റെ കേൾക്കാൻ പറ്റിയിട്ടില്ല എന്നുള്ളതാണ് സത്യം. ഇന്നിപ്പോ ഈ പാട്ട് അദ്ദേഹം പാടി കേട്ടു. ഞാൻ ആദ്യമായിട്ട് കേൾക്കുന്നത് കൊണ്ട് അതിൻ്റെ അകത്തെ വരികളുടെ ഒരു കാവ്യാത്മകതയും ഇമേജറികളെ പറ്റിയൊന്നും എനിക്ക് മനസ്സിരുത്തി ഒന്ന് രുചിക്കാൻ പറ്റിയില്ല എന്നുള്ളതാണ് സത്യം. അത് എങ്ങാണ്ടിയൂർ ചന്ദ്രശേഖരന്റെ രചന ഇപ്പം ആരുടെയും വിശദീകരണം ഇല്ലാതെ തന്നെ ഒരു പാട്ട് നമ്മൾ വരികളായിക്കോട്ടെ, അതിൻ്റെ സംഗീതമായിക്കോട്ടെ, ആലാപന ശൈലി ആയിക്കോട്ടെ, ആരും പറയാതെ നമ്മൾ ആദ്യം കേൾക്കുമ്പോൾ എന്താണ് തോന്നുക? ഒരുപക്ഷെ ഒരു നല്ല പാട്ട് ആദ്യം കേൾക്കുമ്പോൾ നമ്മളെ അത്ര വശീകരിക്കണമെന്നില്ല. അതെനിക്ക് നമുക്ക് എല്ലാവർക്കും അനുഭവമുള്ളതാണ്. പക്ഷെ പല പ്രാവശ്യം കേട്ട് കഴിയുമ്പോൾ ഈ ചവയ്ക്കും തോറും സ്വാദ് കൂടി വരിക എന്നൊക്കെ പറയുന്നത് പോലെ അത് ഇഷ്ടപ്പെട്ടു വരും. ആ ഗണത്തിലുള്ള പാട്ടാണോ ഇത് എന്ന് ഞാനിപ്പോൾ സംശയിക്കുക. കാരണം ഞാൻ ആദ്യം കേട്ടപ്പോൾ സത്യം പറയാം, എൻ്റെ മനസ്സിനെ ഒട്ടും സ്പർശിച്ചിട്ടില്ലാത്തൊരു പാട്ടാണിത്. അതുകൊണ്ട് എനിക്ക് ആദ്യ കേൾവിയിൽ അത്ര വലുതായിട്ടൊരു ഒരു സുഖം ഇല്ലെങ്കിൽ മനസ്സ് അതിനകത്തേക്ക്, അത് പല കാരണമുണ്ട്. അതിൻ്റെ ആ പാട്ടിൻ്റെ വരികളുടെ ഇമേജറികളുടെ ഒരു ഘനം ഇല്ലായെന്ന് എനിക്കിപ്പോൾ തോന്നുകയാണ്. പക്ഷെ ഞാൻ ഒരു പ്രാവശ്യം ഇത് കേട്ടുള്ളൂ, 2 പ്രാവശ്യം കേട്ടു. അതുകൊണ്ടായില്ല. ഇപ്പം ഇവിടെ കേട്ട അഭിപ്രായങ്ങൾ വെച്ച് നോക്കുമ്പോൾ ഇത് കുറച്ചുകൂടെ മനസ്സർപ്പിച്ച് കേൾക്കേണ്ട പാട്ടാണെന്ന് എനിക്ക് തോന്നുന്നു. എന്തായാലും ഒരു കാര്യം, നമ്മൾ ഡിസ്കസ് ചെയ്യപ്പെട്ടപ്പോൾ വിശദീകരിക്കപ്പെട്ട ആ തീമുണ്ടല്ലോ, ആ തീമിന് പറ്റിയ ഒരു മ്യൂസിക് സന്നിവേശം ഇതിനകത്ത് ഞാൻ കണ്ടില്ല. പാട്ടിന്റെ ആലാപന ശൈലി ജോബ് കുര്യൻ ഭംഗിയായിട്ട് പാടിയിട്ടുണ്ട്. അദ്ദേഹത്തിന് കിട്ടിയ സംഗീത സംവിധായകനിൽ നിന്നും കിട്ടിയത് അദ്ദേഹം കുറച്ച് അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ശൈലിയിൽ ഇത് പാടിയതായിട്ട് ഫീൽ ചെയ്തു. പക്ഷെ പാട്ടിലെ ഇമേജറികളുടെ ഒരു അവ്യക്തത, ഒരു മൂടൽമഞ്ഞ് പോലെ എനിക്ക് തോന്നി. അതുകൊണ്ട് തന്നെ അതിൻ്റെ മ്യൂസിക്കിനെ പറ്റിയും, പ്രത്യേകിച്ച് എൻ്റെ ഒരു ആനച്ചന്തം അദ്ദേഹം പാടിയ അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ഒരു ആലാപന ശൈലിയുടെ ഒരു സുഖം എന്നുള്ളതല്ലാതെ വെദർ ഇറ്റ് ഈസ് റെലവൻറ്റ് ടു ദാറ്റ് ഇമേജറി ആ മ്യൂസിക് കൊടുത്തത് പാറിപ്പറക്കുക എന്നുള്ളിടത്ത് മാത്രം എനിക്ക് ഇഷ്ടപ്പെട്ടു. ഒരു മനസ്സ് പാറിപ്പറക്കുന്ന ഒരു ഇമ്പാക്റ്റ് ആ വരികൾ പാടുമ്പോൾ വിശാലമായ ആകാശത്ത് ഒരു പക്ഷി
പാറി പറക്കുന്ന ഒരു 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 സുഖം കിട്ടി. അതല്ലാതെ മറ്റുള്ള വരികളുടെ അതുകൊണ്ട് ഉദ്ദേശിക്കുന്ന നമ്മുടെ മനസ്സിനെ സ്പർശിക്കുന്ന തരത്തിൽ അനുരൂപമായിട്ടാണ് അതിന്റെ മ്യൂസിക് ഡയറക്ഷൻ എന്നുള്ളത് എനിക്കൊരു ഇനി പക്ഷേ ഇനി അത് കേൾക്കുമ്പോൾ കുറച്ചുകൂടി രുചിച്ച് വരുമായിരിക്കാം. അങ്ങനെ എനിക്ക് തന്നെ പലപ്പോഴും ഉണ്ടായിട്ട് ആദ്യത്തെ കേൾവിയില് ഒരു അത്ര വലിയ മനസ്സിനെ സ്പർശിക്കാത്ത തരത്തിലുള്ള ഒരു പാട്ട് പിന്നീട് പല പ്രാവശ്യം കേട്ട് കഴിഞ്ഞപ്പോൾ കൂടുതൽ രുചിച്ച അനുഭവം ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് നമ്മളൊരു പുസ്തകമായിക്കോട്ടെ, ഒരു പാട്ടായിക്കോട്ടെ, ഒരു ലേഖനമായിട്ടെ ആദ്യത്തെ വായനയിലോ ആദ്യത്തെ കേൾവിയിലോ നമുക്കതിൻ്റെ വേണ്ട രീതിയിൽ നമ്മളുടെ മനസ്സിലേക്ക് അത് ഉദ്ദേശിക്കുന്നത് ഉണ്ടാവണമെന്ന് നിർബന്ധമില്ല. പക്ഷെ അദ്ദേഹത്തിന്റെ ആലാപനം എനിക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷെ അതിൽ പോലും ചില ജെർക്കിങ്, ഈ പറയുന്ന ആ സബ്ജക്റ്റ് എടുക്കുമ്പോൾ ചിലയിടത്തൊക്കെ ഒരു നമ്മൾ ഒന്ന് ഞെട്ടുന്നത് പോലുള്ള ഒരു ജെർക്കിങ് ആ മ്യൂസിക്കിലുണ്ട്. ഒരു അനുസ്യൂതമായ ഒഴുക്ക് ചിലയിടത്തില്ല എന്നുള്ളത് എനിക്ക് തോന്നി. ഇനി അത് പല പ്രാവശ്യം കേൾക്കുമ്പോൾ ഒരു പക്ഷേ നമ്മളെ എപ്പോൾ കേൾക്കുന്നു, ഏതവസ്ഥയിൽ കേൾക്കുന്നു എന്നുള്ളത് വളരെ പ്രസക്തമാണ്. നല്ല പല്ലുവേദന എടുക്കുമ്പോൾ എത്ര വലിയ ഗായകൻ പാടിയാലും നമുക്ക് ഇങ്ങനെ തമാശന് പണ്ട് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നോവലിനെ പറ്റി പറയാൻ നമ്മളുടെ മലയാളത്തിലെ സാഹിത്യകാരന്മാരോടൊക്കെ ആവശ്യപ്പെട്ടപ്പോൾ സക്രിയ എന്ന് പറഞ്ഞു, നല്ല പുസ്തകം നിങ്ങൾക്ക് എനിക്കിഷ്ടപ്പെടുക, ഇത് രണ്ടും രണ്ടാണ്. നല്ല പുസ്തകം ചിലപ്പോൾ നല്ല പല്ലുവേദന ഉള്ളപ്പോഴാണ് ഞാൻ വായിച്ചതെങ്കിൽ എനിക്ക് ഇഷ്ടപ്പെടണമെന്നില്ല എന്ന് അദ്ദേഹം വളരെ രസകരമായിട്ട് പറയുകയുണ്ടായി. എന്ന് പറഞ്ഞ പോലെ ഇപ്പൊ ആദ്യത്തെ കേൾവിയില് അത്ര വലിയ സ്പർശിച്ചിട്ടില്ല എന്നുള്ളതാണ് സത്യം ഉള്ളത് പറയാം. ഞാനൊരു മേനിക്ക് വേണ്ടി ആ കൊള്ളാം, നന്നായിട്ടുണ്ട്, പാട്ട് നന്നായിട്ടുള്ളത് വേണേ പറയാം. പക്ഷേ അടുത്ത ആഴ്ചയിൽ ഒരുപക്ഷെ ഞാൻ ഇനി സമയമുള്ളപ്പോൾ ഈ പാട്ട് കൂടുതൽ പ്രാവശ്യം കേൾക്കുമ്പോൾ കുറച്ചുകൂടെ ഇഷ്ടപ്പെട്ടെന്ന് വരാം. ഇത് മനസ്സിന്റെ ഓരോ അവസ്ഥയാണ് നമ്മളുടെ ഇഷ്ടപ്പെടലുകളും ഇഷ്ടപ്പെടായികളും ഒക്കെ വരുന്നതെന്ന്. പ്രത്യേകിച്ച് സംഗീതത്തിന് അത് വളരെ പ്രസക്തിയുണ്ട്. നമ്മൾ കേൾക്കുന്ന ഒരു സമയം, സന്ദർഭം, നമ്മുടെ മാനസികമായ അവസ്ഥ, ഇതൊക്കെ പാരാമീറ്റേഴ്സ് ആണ് ഇഷ്ടപ്പെടുന്നതിനും ഇഷ്ടപ്പെടാതിരിക്കുകയും സ്പർശിക്കാതിരിക്കുകയും ആവേശത്തോടു കൂടി പാട്ട് കേൾക്കുന്ന ചില സമയമൊക്കെ. അതുകൊണ്ട് എനിക്ക് ഇത് കൂടുതൽ ഇപ്പൊ ഈ ഒരു സിംഗിൾ പാട്ടിനെ പറ്റി എൻ്റെ മനസ്സിൽ ആദ്യം ഊറിക്കൂടിയ ചില കാര്യങ്ങളാണ് ഞാൻ ഇപ്പൊ ഇവിടെ അവതരിപ്പിച്ചത്. ആ ഇമേജറികളിൽ എനിക്ക് അത്ര വലിയ, പിന്നെ ഇതിന്റെ പശ്ചാത്തലം ഇവിടെ വിവരിക്കപ്പെട്ടപ്പോഴാണ് സത്യത്തിൽ അത്രയൊക്കെ കിട്ടിയത്. അല്ലാതെയുള്ള ഒരാളിനെ സംബന്ധിച്ചിടത്തോളം ഇത് കേൾക്കുമ്പോൾ വ്യക്തമല്ല ഇത് ഏത് സന്ദർഭത്തിലുള്ള ഒരു പാട്ടാണ്, ഇതിന്റെ പശ്ചാത്തലം എന്തായിരുന്നു. പക്ഷെ അത് ഇവിടെ ഭംഗിയായിട്ട് വിശദീകരിക്കുകയൊക്കെ ഉണ്ടായി. അങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ പോലും ഈ ചന്ദ്രശേഖരന്റെ രചനയെ പറ്റി എനിക്ക് അത്ര വലിയ മതിപ്പില്ല. പാട്ട് പാടിയ ജോബ് കുര്യന്റെ ആലാപന ശൈലിയിൽ മാത്രമാണ് എനിക്ക് ഇന്ന് അല്പം ഒരു സുഖം തോന്നിയത്. മറ്റുള്ള ആസ്പെക്റ്റൊക്കെ ഒരു സാധാരണ ആ ക്ലീഷേ പദങ്ങളൊക്കെയാണ് അതിനകത്ത് കൂടുതൽ ആഴത്തിൽ ഇപ്പം വിശദീകരിച്ച ആൾ പോലും ആ ഭാഗമൊക്കെ വരുമ്പം പറഞ്ഞങ്ങ് വിടുകയായിരുന്നു. അതിനകത്ത് കൂടുതൽ ഒരു കഴമ്പില്ലായ പോലെ എനിക്ക് തോന്നി കേട്ടോ. ഇതൊക്കെ എൻ്റെ തോന്നലാണ്, യാഥാർത്ഥ്യം ഇതൊന്നും ആകണമെന്ന് ഞാൻ അവകാശപ്പെടുന്നില്ല. ഇതാണ് എനിക്ക് നമ്മള് കുട്ടികളിലെ സാഹിത്യപരമായിട്ടുള്ള നമ്മുടെ മലയാള കേരളീയത, ഈ നമ്മളുടേതായിട്ടുള്ള ഉള്ളത് ഒന്ന് അവരിലേക്ക് വിതയ്ക്കാൻ ഉദ്ദേശിക്കുമ്പോൾ കുറച്ചുകൂടി ഈ വ്യക്തമായിട്ടുള്ളത് തുടക്കത്തിലാകാം. പിന്നെ ഒരു കുട്ടി പറയുകയുണ്ടായി, എന്താ പുതിയ പാട്ടുകൾ വരാത്തത് എന്ന് ഞാൻ ഇങ്ങനെ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാൽ അതും നമ്മൾ പരിഗണിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. കാരണം നമ്മൾ ഈ പഴയ നമ്മുടെ കൗമാര യൗവന കാലത്തിൽ കേട്ടതാണ് ഏറ്റവും വലുതെന്ന് നമ്മൾ വാശി പിടിച്ചിട്ട് കാര്യമില്ല. പുതുമയോടും നമ്മൾ ഒരു അടുപ്പം ഉണ്ടാക്കേണ്ടത് ആവശ്യമാണ് എന്നാണ് എനിക്കിപ്പം പൊതുവെ ഒരു ടോട്ടാലിറ്റി പറയാനുള്ളത്. ഏറ്റുമാനൂർ സോമദാസൻ എൻ്റെ അധ്യാപകനാണ്, അറിയാവില്ല, പ്രശസ്ത കവിയാണ്. അദ്ദേഹം ഇന്നില്ല. അദ്ദേഹം ടാഗോറിന്റെ ക്രസന്റ് മൂൺ മലയാളത്തിൽ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട്. അമ്പിളിക്കല, ഗീതാഞ്ജലിയുണ്ട്. ശങ്കരക്കുറുപ്പ് സാറിന് ജിയുടെ അതിനുശേഷം NC പിള്ള ഇവരൊക്കെ ട്രാൻസ്ലേറ്റ് ചെയ്തതൊക്കെ നമുക്ക് മുമ്പാകെ ഉണ്ട്.
സംഗീതാത്മകമായിട്ട് അവതരിപ്പിക്കാൻ പറ്റിയ ഒരു ട്രാൻസ്ലേഷൻ ആണെന്ന് ഞാൻ പറയും ഈ രണ്ട് കൃതികളും, ഗീതാഞ്ജലിയും ക്രസന്റ് മൂണും. അതില് ക്രസന്റ് മൂൺ നമുക്കറിയാം കുട്ടികളുമായിട്ടുള്ള ആ ഒരു അവസ്ഥ, ശൈശവം, അതിൻ്റെ മനോഹാരിതയെ പറ്റിയും ഒക്കെ കവി ഇങ്ങനെ ഉൾന്നിറങ്ങി പോകുന്ന മനോഹരമായ കവിതകളുണ്ട്. നമുക്കതൊന്ന് ഏതെങ്കിലും ഒരെണ്ണം, അത് DC ബുക്സ് പബ്ലിഷ് ചെയ്തതാണ്, അമ്പിളിക്കല, അതായത് ക്രസന്റ് മൂൺ, അതിന്റെ ഗീതാഞ്ജലി. അത് കുട്ടികൾ എല്ലാവരും ഒന്ന് ഈ പരിഭാഷ ഒന്ന് വായിക്കാൻ ഞാൻ റെക്കമെൻഡ് ചെയ്യുകയാണ്. നമുക്കത് മ്യൂസിക്കലായിട്ട് അവതരിപ്പിക്കുകയും ചെയ്യാം. അതില് ഇതേ ഗീതകങ്ങള് ട്രാൻസ്ലേറ്റ് ചെയ്ത വേറൊരു ബുക്കുണ്ട്. അതിന്റെ ലെഫ്റ്റ് സൈഡിൽ ഒറിജിനൽ ബംഗാളി ടെക്സ്റ്റും വലത് മലയാളം ട്രാൻസ്ലേഷനുമായിട്ടുള്ളതുണ്ട്. അപ്പൊ നമുക്ക് ഇത് രണ്ടും കൂടെ എടുക്കാം. ഒരു 3-4 പ്രാവശ്യം ബംഗാളി വരികൾ വായിച്ചു നോക്കുമ്പോൾ മലയാളികൾക്ക് ഇത് മുഴുവൻ മനസ്സിലാകും. കാരണം സംസ്കൃതത്തിന്റെ കോമൺ ഒരു ഇതുള്ളത് കൊണ്ട്. പക്ഷെ അവര് ഓകാരം കൂട്ടിയാണ്, റോബീന്ദ്രനാഥ, അങ്ങനെ രവീന്ദ്രൻ നമ്മൾ പറയുമ്പോൾ അവര് ഓകാരം കൂട്ടിയാണ് പറയുന്നത്. അതെ. അപ്പം അതും കൂടെ മനസ്സിലാക്കി വെച്ചുകൊണ്ട് വായിക്കാന്നുണ്ട് നമുക്ക് സുഖമായിട്ട് നമ്മുടെ വാക്കുകളൊക്കെ തന്നെയാണ് അതിനകത്ത് പ്രയോഗിക്കപ്പെടുന്നത്. ഇപ്പറേ മലയാളം ട്രാൻസ്ലേഷൻ കൂടെ ഉള്ളപ്പോൾ വളരെ ഭംഗിയായിട്ട് അത് ബംഗാളിയില് നമുക്ക് ഒന്ന് ഒറേറ്റ് ചെയ്യാം, ബംഗാളിയില്. എന്നിട്ട് അതിന്റെ മലയാളം ഗദ്യ വിവർത്തനമുണ്ട്, അതിന്റെ പദ്യഭാഗമുണ്ട്. ഇത് മൂന്നും കൂടെ മാറ്റി ഒന്ന് ഒരു ചെറിയൊരു ഗീതകമായി, കുഞ്ഞ് ക്രസന്റ് മൂണിൽ തന്നെ ഉണ്ട്, അല്ലെങ്കിൽ ഗീതാഞ്ജലിയുടെ എടുക്കാം.